ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീടിനടുത്തുള്ള സത്രക്കുഴി അമ്പലത്തിൽ ഇന്ന് പൊങ്കാലയാണ്. കൃഷ്ണകോവിലാണ് കേട്ടോ. അപ്പോൾ അവിടെ പൊങ്കാലയാണെന്ന്. ഉത്സവം നാളെ കൂടെ ആകുമ്പോൾ തീരുന്നതാണ്. അപ്പോൾ ഇന്ന് പൊങ്കാലയുടെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൗണ്ടിൽ ചെറിയ വ്യത്യാസമുണ്ട്. മുമ്പിൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ. പൊങ്കാല ഇടാനായിട്ട് അടുപ്പുകളൊക്കെ ഓരോരുത്തരായി കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനും വന്ന് അടുപ്പൊക്കെ കൂട്ടിയ ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് പോയത്. പൊങ്കാല ഇടാനായിട്ട് കുറേ പേർ വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒഴിവാണ്. അപ്പോൾ ജോലിയുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ പൊങ്കാല ഇടാനായിട്ടുള്ള സൗകര്യം ഇന്നുണ്ട്. അമ്പലത്തിനടുത്തുള്ള വഴിയുടെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം അടുപ്പുകൾ നിരന്നിട്ടുണ്ട്. അമ്പലങ്ങളിലെ ഉത്സവമായി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നോക്കുന്നത് എന്നാണ് പൊങ്കാല എന്നാണ്. അപ്പോൾ അത് കണക്കിന് വേണം വ്രതമൊക്കെ പിടിച്ച് പൊങ്കാലയ്ക്കായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കാൻ. ഇവിടുത്തെ പൊങ്കാല കഴിഞ്ഞാൽ ഇനി അടുത്ത പൊങ്കാല ആറ്റുകാലാണ് കേട്ടോ. അപ്പോൾ ഈ വ്രതം തന്നെ അങ്ങ് കണ്ടിന്യൂസ് ചെയ്ത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവിടെ പോയിട്ട് വരും. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ്. ഈ അമ്പലത്തിലെ പൊങ്കാല കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴായിരിക്കും ആറ്റുകാൽ പൊങ്കാല. വീഡിയോകൾ എടുക്കുന്ന തിരക്കിനിടയിൽ കുറച്ച് ഫോട്ടോകളും സെൽഫികളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പൊങ്കാലയ്ക്കൊക്കെ വരുമ്പോഴാണ് പരിചയമുള്ളവരെയൊക്കെ ചിലരെയൊക്കെ കാണുന്നതും പരിചയം പുതുക്കുന്നതും വിശേഷങ്ങളൊക്കെ പറയുന്നതും. പൊങ്കാലയ്ക്കുള്ള ഏകദേശ സമയം ആവാറായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വന്നവരെല്ലാം അടുപ്പൊക്കെ കൂട്ടി എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി വെയിറ്റ് ചെയ്യുകയാണ്. പൊങ്കാലയ്ക്ക് വന്നിട്ടുള്ള എല്ലാവരുടെയും വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അമ്പലത്തിനുള്ളിൽ പോയി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഒന്ന് ചോദിച്ചിട്ട് തന്നെ ആവാം എന്ന് കരുതി. അങ്ങനെ ചോദിച്ചപ്പോൾ അകത്ത് പോയി ഫോട്ടോയും വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ നേരെ അകത്തേക്കായി. അമ്പലത്തിനകത്തെ കാഴ്ചകളൊന്ന് കണ്ടാലോ. പൊങ്കാലയ്ക്ക് വന്നവർ ഓരോരുത്തരായി അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി മടങ്ങുകയാണ്. പൊങ്കാല അടുപ്പുകൾ ഓരോന്നായി കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പൊങ്കാല അടുപ്പുകളിൽ തീ നന്നായിട്ട് കത്തിച്ച് പിടിക്കുന്നതിനുള്ള തിരക്കിലാണ്. എൻ്റെ അടുപ്പിലും തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഞാനിടുന്നത് പാൽപ്പായസമാണ്. അമ്പലത്തിൽ കൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട്, ദേവിയുടെ പ്രതിഷ്ഠയും ഗണപതി അയ്യപ്പനൊക്കെ ഉണ്ട് പ്രതിഷ്ഠ. അപ്പോൾ കൃഷ്ണൻ്റെ പ്രതിഷ്ഠ കൂടി ഉള്ളത് കൊണ്ടാണ് പാൽപ്പായസം ഇടുന്നത്. കഴിഞ്ഞ വർഷവും ഞാൻ പാൽപ്പായസം തന്നെയാണ് ഇട്ടത്. പൊങ്കാലയ്ക്കുള്ള അരി ഇട്ടിട്ടുണ്ട്. ഞാൻ ചുമന്ന അരിയാണ് വാങ്ങിച്ചിരിക്കുന്നത് പാൽപ്പായസം തയ്യാറാക്കാനായിട്ട്. പാൽപ്പായസം തയ്യാറാക്കാനായിട്ട് പാൽ കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ. അടുത്തുള്ളവർ ശർക്കര പായസമാണ് തയ്യാറാക്കുന്നത്. ഏകദേശം ശർക്കര പായസം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പാൽപ്പായസവും ഏകദേശം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. പൊങ്കാലകൾ തയ്യാറാക്കി കഴിഞ്ഞവർ ഇലയൊക്കെ വെച്ച് പൊങ്കാല അടച്ചു വെച്ച് ഇനി നേദ്യത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. പൊങ്കാല കഴിഞ്ഞതിന് ശേഷം അന്നദാനമുണ്ട്. അപ്പോൾ അന്നദാനത്തിനുള്ള നേദ്യം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പൊങ്കാലയെല്ലാം നേദിക്കുന്നത്. എല്ലാവരുടെയും പൊങ്കാലകൾ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും പൊങ്കാല ഇട്ടതിന് ശേഷം തണലുള്ള സ്ഥലങ്ങളിലും പൊങ്കാലയ്ക്ക് അടുത്തായിട്ടുമൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ സമയമുള്ളത് കൊണ്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ടിരുന്നു. നേദ്യത്തിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നേദിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം അന്നദാനത്തിനുള്ള നേദ്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പൊങ്കാലകളെല്ലാം നേദിക്കുന്നത്. നേദിക്കുന്നതിനുള്ള സമയമായതുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ച് പൊങ്കാല അടുപ്പുകളുടെ അടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്.
അന്നദാനവും കൂടി കഴിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് മടങ്ങുന്നതാണ്. ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാരെ, നിങ്ങളുടെ പൊങ്കാല വിശേഷങ്ങൾ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.